എല്ലാ കാര്യങ്ങളിലും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകോട്ട് പോകില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. വിദ്യ കെട്ടിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന സ്ത്രീകളെ വിശ്വസിക്കരുത്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്ന സ്ത്രീകളെ വിശ്വസിക്കുക. വാശിയൊക്കെ ആവാം, പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഒരുപോലെയാണ് ഇരുവർക്കുമെന്ന് മറക്കാതിരിക്കുക. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്, പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചവരുടേത് മാത്രമാണ്. ജീവിതത്തിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്ത് പാഠം പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം. ഓരോ ദിവസവും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ലോകമാകട്ടെ ഓരോ ദിവസവും. ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങളാണ്. ഒന്ന്, ഏതു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും. പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എപ്പോഴും വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർക്കുന്നവരെ മറക്കരുത്. മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല എന്നാണർത്ഥം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. എല്ലാവർക്കും നിങ്ങളുടെ അതേ ഹൃദയമല്ല. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിന് ഉണ്ടാകും. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്തുവാൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നുണ്ട്. മഴയെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ മഴ വരുമ്പോൾ നീ കുട ചൂടുന്നു. സൂര്യനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ വെയിൽ വരുമ്പോൾ നീ തണൽ തേടി പോകുന്നു. കാറ്റിനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു, പക്ഷേ കാറ്റ് വരുമ്പോൾ നീ ജനൽവാതിലുകൾ കൊട്ടിയടയ്ക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഈ നിമിഷം വരെ എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊന്നും മാറ്റാൻ കഴിയില്ല. പറഞ്ഞ വാക്കുകളെയും തിരിച്ചെടുക്കാൻ കഴിയില്ല. ആകെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഉള്ളതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, സ്വയം ക്ഷമിക്കുക, മികച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്കും 3 വശങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്ത് നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത്. മരിച്ചവരെ എത്ര പെട്ടെന്നാണ് ലോകം മറക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മറ്റുള്ളവരെ കാണിക്കാനായി ജീവിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കും. ചിലപ്പോൾ ചില തെറ്റായ തീരുമാനങ്ങളാകാം നമ്മെ കൃത്യമായി
ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. ജീവിതത്തിൽ സത്യം പറഞ്ഞ് വേദനിപ്പിക്കേണ്ടി വന്നാലും നുണകൾ പറഞ്ഞ് ആരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചിലരെ ഒരു ആയുസ്സ് മുഴുവൻ കൂടെ ഉണ്ടായാലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പൂവിൽ തേൻ ഉണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ ഏറ്റവും മോശം അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. ഒരു നല്ല ചിന്തയോടെ മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം രസകരമാണ്. നിങ്ങൾ കുറച്ചുനേരം നിർത്തി നിങ്ങളുടെ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ഈ സമയം നിങ്ങൾ കൂടുതൽ ബുദ്ധിമാനാകും. നല്ലതും ചീത്തയും പോസിറ്റീവും നെഗറ്റീവുമുണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിനുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങളെ പിന്തുണയ്ക്കുകയും മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ നേടാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. നിങ്ങളുടെ വളർച്ചയ്ക്കിടയിൽ നിങ്ങളുടെ വേരുകൾ കൂടുതൽ പ്രധാനമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. Thanks for watching. Don't forget to subscribe.